ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു വാച്ചാണ്, ഒരു ഡിജിറ്റൽ സ്മാർട്ട് വാച്ചാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് SoundPEATS എന്ന് പറഞ്ഞ കമ്പനിയുടെ വാച്ച് 2 എന്ന് പറഞ്ഞ ആ ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു സ്പോർട്സ് വാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി ഈ ഒരു വാച്ചിൻ്റെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് ഈ ഒരു വാച്ചിനുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇത് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് IP68 വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ 12 വർക്കൗട്ട് മോഡ് വരുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഫഷണൽ വർക്കൗട്ട് ഡേറ്റയൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള 12 വർക്കൗട്ട് മോഡ് വരുന്നുണ്ട്. കൂടാണ്ട് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ SpO2 സപ്പോർട്ടഡ് ആണ്. നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇടതുവശത്തായിട്ട് SoundPEATS എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഒരു എംബ്ലം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബോക്സിൻ്റെ വലതുവശത്തായിട്ട് സൗണ്ട് ഫോർ അർബൻ സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിനകത്തായിട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഈ ഒരു ബോക്സും ഈ ഒരു കറുത്ത ബോക്സും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു വാച്ച് ഈ ഒരു ബോക്സിലിരിക്കുന്ന കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ SoundPEATS എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വാച്ചാണിത്. അപ്പോൾ നമുക്ക് വാച്ച് സൈഡിൽ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വാച്ച്. അപ്പോൾ യൂസർ മാനുവലിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ ഒരു ബോക്സിനായിട്ട് വരുന്ന ഇങ്ങനൊരു കേബിളാട്ടോ. ഈ ഒരു കേബിളിനകത്ത് ഇങ്ങനൊരു പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വാച്ച് ചാർജ് ചെയ്യുന്നത്. ഈ ഒരു കേബിൾ വെച്ചിട്ടാണ് വാച്ച് ചാർജ് ചെയ്യുന്നത്. നമുക്കിനകത്ത് ചാർജർ വരുന്നില്ല, ഈ ഒരു കേബിൾ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നോർമലി ഫോണിലുള്ള നമ്മുടെ നോർമൽ ചാർജറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. 220 വാട്ട്സിൻ്റെ നമ്മൾ സാധാരണ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ചാർജറിനെ ഉപയോഗിച്ചിട്ട് ഈ ഒരു വാച്ച് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതാണ് നമ്മുടെ വാച്ച് കേട്ടോ. വാച്ച് കണ്ടോ, ഇവിടെ നമുക്ക് SoundPEATS എന്ന കമ്പനിയുടെ ഒരു പേരോടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ ഈ വാച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനോട് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മുടെ ഓക്സിജൻ ലെവൽ, അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്കിനി നമ്മുടെ വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു QR കോഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു QR കോഡ് വെച്ചിട്ട് നമുക്ക് SoundPEATSൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു വാച്ചിൽ കാണിച്ച ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫോണിൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിനി ഓപ്പൺ ചെയ്യാം. പ്രൈവസി സ്റ്റേറ്റ്മെൻറ്റ് അലോ ചെയ്ത് കൊടുക്കുക. പെർമിഷനെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. പിന്നീട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് താഴെ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറൻറ്റ് ഫോണിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പെർമിഷനൊക്കെ അവിടെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഹോം സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോം സ്ക്രീൻ. പിന്നെ നമുക്കടുത്ത് വാച്ച് ഒന്ന് ഈ ഒരു ഫോണായിട്ട് പെയർ ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത് ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്, ആഡ് സൗണ്ട് ബീറ്റ്സ് വാച്ച് ടു എന്ന ഓപ്ഷനാണ് വരുന്നത്. നമുക്കിനി നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ വാച്ച് അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതേണ്ടേ നമ്മുടെ വാച്ചിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വാച്ചിൻ്റെ ഒരു ഹോം സ്ക്രീനായിട്ട് വരുന്നത്. നമുക്കിനി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ അൺബോക്സിങ് ആയിട്ടുള്ള വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാച്ച് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ അതുപോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ലൊരു ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ അടുത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂയും കാര്യങ്ങളും അതുപോലെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.